പ്രിയപ്പെട്ടവരെ, ഗോ ഗ്രീൻ വിത്ത് ഇവിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പ്ലഗ്ഷെയർ ആപ്പ് എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ള കാര്യമാണ്. പലപ്പോഴും ഞാനിത് പലർക്കും അറിയാമായിരിക്കാം, എങ്കിലും ഇപ്പോഴും നമ്മുടെ പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും വരുന്നൊരു ചോദ്യമാണ്, ഞാൻ ഇന്ന സ്ഥലത്താണ്, എനിക്ക് അടുത്തുള്ളൊരു ചാർജ് ശേഷം പറഞ്ഞു തരാമോ? നമുക്കതിന് ഉത്തരം കിട്ടാറുണ്ട് സാധാരണഗതിയിൽ. പക്ഷേ അർദ്ധരാത്രിയിലൊക്കെയാണ്, ആ സമയത്ത് ആരും ഓൺലൈനിൽ ഇല്ലെങ്കിൽ നിങ്ങൾ പെട്ടുപോയത് തന്നെ. അപ്പോൾ അത്തരം സാഹചര്യങ്ങളാണ് ഈ ആപ്പിൻ്റെ ഉപകാരം നമുക്കുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ആപ്പ് നിങ്ങളെല്ലാവരും നിർബന്ധമായും നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ഇത് ഒരിക്കലും ചാർജ് ചെയ്യാൻ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റത്തില്ല ഈ ആപ്പ്. ഇത് മറിച്ച് നമുക്ക് ചാർജ് സ്റ്റേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളൊരു ആപ്പാണെന്ന് നമ്മൾ ഓർക്കുക. അപ്പോൾ ആദ്യം നമ്മൾ പ്ലേ സ്റ്റോറിൽ പ്ലഗ്ഷെയർ എന്ന് ടൈപ്പ് ചെയ്യുക. പ്ലഗ്ഷെയർ എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിവിടെ ആപ്പിൻ്റെ ഒരു പടം വരും. പ്ലഗ്ഷെയർ EV ആൻഡ് ടെസ്ല മാപ്പ് എന്നും പറഞ്ഞ്. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയതുകൊണ്ടാണ് ഇൻസ്റ്റാൾഡ് എന്ന് കാണിക്കുന്നത്. ഇല്ല എന്നുള്ളത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതിന് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വഴി സൈനപ്പ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിനെല്ലാം ശേഷം നിങ്ങൾക്ക് ഇനി ആപ്പ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഞാൻ പറയാം. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ പ്ലഗ്ഷെയർ ആപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അത് സെലക്ട് ചെയ്യുന്നു. അത് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും വരിക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ മാപ്പിന് മുകളിൽ സെർച്ച് എന്നും പറഞ്ഞൊരു വിൻഡോ ഉണ്ട്. സെർച്ച് വിൻഡോ സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരു പുതിയൊരു വിൻഡോ ഓപ്പൺ ആവും. അവിടെ നിങ്ങൾ നിൽക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നിങ്ങളുടെ ലൊക്കേഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് തിരുവല്ലയിലാണ് നിൽക്കുന്നത് വിചാരിക്കുക. ഞാൻ തിരുവല്ല എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. അപ്പം സെർച്ച് വിൻഡോയിൽ തിരുവല്ല ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ തിരുവല്ല നിങ്ങൾ സെലക്ട് ചെയ്യുക. പലതുണ്ട്, തിരുവല്ല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, ഏതെങ്കിലും സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ, നമ്മൾ നിൽക്കുന്ന ലൊക്കേഷനാണ് ഈ മിഡിൽ ഭാഗത്ത് ഒരു ചുമന്ന ഇൻഡിക്കേഷൻ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും നിങ്ങൾക്ക് ഓരോ ചാർജിന് ശേഷം കാണാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് പോകേണ്ടത് റൈറ്റ് സൈഡിലേക്കാണ്. പത്തനംതിട്ട ഭാഗത്തേക്ക് പോകുന്നവരാണെങ്കിൽ റൈറ്റ് സൈഡിലെ ചാർജ് സ്റ്റേഷൻ സെലക്ട് ചെയ്യും. ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പം KSEB 110 kV സബ്സ്റ്റേഷൻ തിരുവല്ല എന്ന് കാണുന്നുണ്ട്. അത് വീണ്ടും സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അതിൻ്റെ ഇമേജ് സഹിതം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ വിൻഡോയിൽ റൈറ്റ് സൈഡിൽ നിങ്ങൾക്കൊരു ഷെയർ ബട്ടൺ കാണാൻ പറ്റും. ഈ ഷെയർ ബട്ടൻ്റെ യൂസ് എന്നാന്ന് വെച്ചാൽ, ഇപ്പം നമുക്കല്ല മറ്റൊരാൾക്ക്, നമ്മുടെ ഒരു സുഹൃത്തിന് വേണ്ടിയാണ് നിങ്ങൾക്ക് ഈ ലൊക്കേഷൻ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ മെസ്സഞ്ചറിലോ ടെലഗ്രാമിലോ നിങ്ങൾക്ക് ഈ ലൊക്കേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഞാനിനി തിരിച്ച് ആ വിൻഡോയിലേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ മധ്യഭാഗത്ത് ഡയറക്ഷൻസ് എന്ന് പറയുന്ന ഒരു വിൻഡോ കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ആ ഡയറക്ഷൻസ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നിൽക്കുന്ന ലൊക്കേഷനിൽ നിന്നും, നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് ആ ലൊക്കേഷനിൽ നിന്നും ആ പ്രസ്തുത ചാർജ് സ്റ്റേഷനിലേക്കുള്ള ലൊക്കേഷൻ നമുക്ക് ലഭ്യമാകും. നിങ്ങൾക്കിപ്പോൾ ഇത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അവിടെ ഈ ഡയറക്ഷൻ സെലക്ട് ചെയ്താൽ മതി. സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൊക്കേഷനിൽ നിന്ന് അങ്ങോട്ട് പോകും. ഞാനതിപ്പോൾ അത് കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് തിരിച്ച് ആപ്പിലേക്ക് വരുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ അങ്ങനെ തിരിച്ച് ഞാൻ പഴയ വിൻഡോയിലേക്ക് വരികയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് വീണ്ടും ഞാൻ റൈറ്റ് സൈഡിലാണ് ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്കുള്ളത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആനന്ദ ഹൈപ്പർ മാർക്കറ്റ്, അവിടെ നമുക്ക് ചാർജ് മോഡിൻ്റെ ചാർജിങ് സ്റ്റേഷൻ നമുക്ക് വിസിബിളാണ്. CCS2 കണ്ണാണ്. ഇനി കുറച്ചും കൂടെ അത് മിനിമൈസ് ചെയ്യുമ്പോഴത്തേക്ക് ചെങ്ങന്നൂർ ഭാഗത്തേക്ക് പോകുന്നവർക്ക് ചെങ്ങന്നൂർ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ചങ്ങനാശ്ശേരി ഭാഗത്ത് നമുക്ക് 2 ചാർജ് സ്റ്റേഷനുണ്ട്. കിടങ്ങറ ഭാഗത്തൊരു ചാർജ് സ്റ്റേഷൻ കാണാൻ പറ്റും. ഏതാണോ അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്പാണിത്. അപ്പോൾ എല്ലാവരും ഇത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്തവർ ദയവായി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾക്കത് ഉറപ്പായിട്ടും പ്രയോജനപ്രദമാകും. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്